ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയുടെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമായിരിക്കും തുറന്നു വരിക. ഇപ്പോൾ വന്നിട്ടുള്ളത് മെറിറ്റിന്റെ ലിസ്റ്റ് ആണ്, അതല്ലാതെ മാനേജ്മെന്റിന്റെയും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് കൊമേഴ്സിന്റെ മെറിറ്റ് ലിസ്റ്റ് ആണ്. കൊമേഴ്സ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് 15/9/2025 മലയാളി സഭ NSS UPS തീവാലിയിലേക്കാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത്. 11 മണിയാണ് സമയം കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുണ്ടാവും കറക്റ്റ് ടൈമിന് തന്നെ എത്തുക. നമ്മൾ എത്താത്ത പക്ഷം മെയിൻ ലിസ്റ്റിലുള്ള കുട്ടികൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളായിരിക്കും കയറി പോകുക. നമ്മുടെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മളവിടെ ഇല്ലാത്ത പക്ഷം നമ്മളെ ആ ഒരു ചാൻസ് തന്നെ നഷ്ടമാവും. മാത്രമല്ല എല്ലാ കാൻഡിഡേറ്റ്സും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ആയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സയൻസിന്റെ കാണാൻ പറ്റും. ഇന്റർവ്യൂവിന് എത്തേണ്ട സമയം മാറ്റം വരുന്നുണ്ട്, പക്ഷേ സ്ഥലം സെയിം തന്നെയാണ്. 10 മണിയാകുമ്പോഴായിരിക്കും സയൻസ് ടീം എത്തേണ്ടത്. പിന്നെ താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഹ്യൂമാനിറ്റീസിന്റെതും സ്ഥലവും തീയതിയും ഒക്കെ സെയിം തന്നെയാണ്. സമയത്തിൽ മാത്രമാണ് മാറ്റമുള്ളത്. 10:30 സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ കാര്യം തന്നെയാണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയത് തന്നെ കൊണ്ടുപോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൊമേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പൺ വരുന്ന സമയത്ത് ഇതാ സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ ലിസ്റ്റും കാണാൻ പറ്റും. അവർ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ആ ഒരു മെയിൻ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും കുട്ടികൾ വരാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളായിരിക്കും കയറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊല്ലം ജില്ലയെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ സെൽഫ് ഫിനാൻസ് അഥവാ മാനേജ്മെന്റ് ലിസ്റ്റിലേക്കൊക്കെ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.